ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞിട്ടോ, ഇത് രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ രോഹിണി നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്ക് ഗുണകരമായ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ 2025 ആണ്ട് നിങ്ങൾക്ക് കാലം അനുകൂലമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് കലാരംഗത്തൊക്കെ വൻ നേട്ടമുണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന സമയമാണ് ഈ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസം. നിങ്ങൾക്ക് സഹോദരങ്ങളിൽ നിന്നും സഹായം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. സഹോദരങ്ങളിൽ നിന്ന് സഹായമൊക്കെ ലഭിക്കേണ്ടവർ നിങ്ങളുടെ നാവുപിഴ കൊണ്ട് അതൊക്കെ കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു മൃദുത്വം പാലിക്കുന്നത് നല്ലതാണ്. സന്താനങ്ങളുടെ കാലം അനുകൂലമാണ്. സന്താനങ്ങൾക്ക് തൊഴിലിൽ നേട്ടം കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയമാണ്. ശുഭസൂചകമായ പ്രവർത്തനങ്ങളാൽ ആത്മാർത്ഥ പ്രവർത്തനങ്ങൾ കാണിക്കാൻ സാധിക്കുന്നതാണ്. ശുഭസൂചകമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥത നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്നതാണ്. കുടുംബജീവിതം സന്തോഷപൂരിതമായിരിക്കും നിങ്ങളുടെ കുടുംബജീവിതം. എന്നാൽ പിടിവാശി മൂലം പല വിഷമതകളും നേരിടേണ്ടതായിട്ട് വരും. നിങ്ങൾ ആവശ്യമില്ലാത്ത പിടിവാശിയൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ബന്ധുജനങ്ങളുമായിട്ട് അകന്നു കഴിയേണ്ട സാഹചര്യം കാണും. ജോലിയുമായിട്ടോ മറ്റേതെങ്കിലും കാരണവശാലോ നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിലും ബന്ധുക്കളുമായിട്ടൊക്കെ ഒന്ന് അകന്നു കഴിയേണ്ട സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾ സഹപ്രവർത്തകരുമായിട്ട് സഹകരിച്ച് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ജോലി സ്ഥലത്തൊക്കെ അവരുമായിട്ട് ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്തൊക്കെ അത് നമ്മുടെ സമയദോഷമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരൊക്കെ ആയിട്ട് സഹകരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ അഹങ്കാരമൊക്കെ കുറച്ച് കൂടി വരുന്ന സമയമാണ്. അതുകൊണ്ട് അഹങ്കാരം വൻ ആപത്ത് വരുത്തി വെക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സമയങ്ങളിൽ നിങ്ങൾ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരോടും വെട്ടിത്തുറന്ന അഭിപ്രായങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും ഗുണകരം. കഴിയാവുന്ന ഈ മാസങ്ങളിലൊക്കെ നാവുപിഴ കൂടുതലായിട്ടുള്ള സമയമാണ്. നിങ്ങൾക്ക് ദേഷ്യം കൂടുതലായിട്ടുള്ള സമയമാണ്. നിങ്ങൾ അരുതാത്ത കാര്യങ്ങൾ വാക്കുകൊണ്ട് പറയുന്ന സമയമാണ്. പറഞ്ഞ് അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പോൾ സംസാര രീതിയിൽ മൃദുത്വം പാലിക്കുന്നതായിരിക്കും ഈ സമയങ്ങളിൽ ഗുണകരം. സന്താനങ്ങളെ ഭാവിക്കായിട്ട് അഹോരാത്രം പ്രവർത്തിക്കുമെങ്കിലും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ മാറുകയില്ല. എപ്പോഴും മനസ്സ് കലുഷിതമായിരിക്കും. ക്രയവിക്രയങ്ങളിൽ വൻ നേട്ടങ്ങൾ കാണുന്നൊരു സമയമാണ്. ബിസിനസ്സിൽ പുരോഗതി കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്കൊക്കെ വളരെ ഗുണകരമായിട്ട് കാണുന്നതാണ്. പ്രമേഹ ഉദരരോഗം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നൊരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഉദരകണ്ഠവ്യാധിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കഴിയുമ്പോൾ ഈ തണുപ്പ് സമയമൊക്കെ ആയതുകൊണ്ട് ഐസ്ക്രീം, തണുപ്പ് സാധനങ്ങൾ, ശീതളപാനീയങ്ങളൊക്കെ കുടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ചില ഉത്സവ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ട് അവിടെയുള്ളതൊക്കെ നല്ല സാധനങ്ങളാകണമെന്നില്ല. ഭക്ഷണമൊക്കെ വാങ്ങിക്കഴിക്കുമ്പോൾ ഉദരരോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അത് പ്രമേഹമുള്ളവരൊക്കെ ഈ മധുര പലഹാരങ്ങൾ കഴിക്കുമ്പോൾ പ്രമേഹം മൂർച്ഛിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. പ്രമേഹ രോഗമില്ലാത്തവർക്ക് അത് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കുക. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ മൃദുത്വം പാലിക്കുക. നാവുപിഴ കൊണ്ട് മറ്റാരും വേദനിപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയായിരിക്കും നല്ലത്. ഗുണകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ദോഷം കൊണ്ട്, നിങ്ങളുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾക്ക് ദോഷമായിട്ട് മാറാനുള്ള വഴി നിങ്ങളായിട്ട് വരുത്തരുത്. നിങ്ങളുടെ ഇപ്പോഴുള്ള നിലവിലുള്ള ദോഷഫലങ്ങളുടെ മാറ്റ് കുറക്കാനും ഒപ്പം സൽഫലങ്ങളുടെ മാറ്റ് വർദ്ധിപ്പിക്കുവാനുമായിട്ട് നിങ്ങൾ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് ഗുണകരമാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ സർവ്വദോഷങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. അതിനുവേണ്ടി ക്ഷേത്രം ദർശിച്ച് നീരാഞ്ജനം വഴിപാടിക്കുക, എള്ളുപായസം നടത്തുക. ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ വ്യാഴാഴ്ച ദിവസങ്ങളിലോ
വെള്ളിയാഴ്ച ദിവസങ്ങളാണെങ്കിൽ ഭദ്രകാളി ദേവീക്ഷേത്രവും, വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രവും ദർശിക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യത്താൽ അനുഗ്രഹമുണ്ടാകട്ടെ, നല്ലൊരു മാസം അനുഗ്രഹത്താൽ നല്ലൊരു മാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.